പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയനായ ദൈവം അടിയൻ ഒരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള കർത്താവിൽ ബഹുമാന്യരായ ശ്രേഷ്ഠദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் இரட்சகருமாக இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அனைவரையும் வாழ்த்தி வரவேற்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, இப்படிப்பட்டதான ஒரு நல்ல சந்தர்ப்பத்தை தேவனாகிய கர்த்தர் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? பிரைஸ் தி லார்ட். ஹல்லேலூயா. அவருடைய தயவு, அவருடைய இரக்கம், அவருடைய அன்புதான் இன்றைக்கு ஹல்லேலூயா இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பம் நமக்கு கிடைத்தது என்பதே இந்த நேரத்தில் உங்களுக்கு அறிவிக்கிறேன். கர்த்தருடைய பிள்ளைங்களே, அவர் நல்லவர், அவர் மகத்துவமான தேவன், அவர் அன்பு நிறைந்த தேவன். பிரைஸ் தி லார்ட். ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ചെറിയ പ്രാർത്ഥന കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രാർത്ഥന കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സന്ദർഭത്തെ കർത്താവ് ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം അങ്ങയുടേത്, വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങി കർത്താവേ വചനത്തെ ഹല്ലേലൂയ വിളമ്പുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർമിക സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും തന്നെ സാധ്യമാകുന്നില്ലല്ലോ. കർത്താവേ, കൃപയാൽ അങ്ങ് നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിടണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുവാൻ കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയനെ പൊടിയോളം താഴ്ത്തുന്ന കർത്താവേ, അങ്ങ് തരുന്ന ദാനമല്ലാതെ, അങ്ങ് ചെയ്യുന്ന കൃപകളല്ലാതെ വർണ്ണിക്കുവാൻ മറ്റൊന്നുമില്ല കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ അടിയനെ പൊടിയോളം താഴ്ത്തുന്നു. കൃപയാൽ അങ്ങ് നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകണമേ കർത്താവ്. സകല നന്മകളാലും അങ്ങ് നിറയ്ക്കണം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ചെറിയ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 21 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇത് എഫെസ്യ ലേഖനമാണ്. എഫെസ്യ ലേഖനം എഴുതിയിരിക്കുന്നത് അത് പൗലോസ് തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. AD 60 പൗലോസ് എഴുതിയിരിക്കുന്നു. 154 വാക്യങ്ങൾ, 6 അധ്യായമാണ് ഇതിലുള്ളത്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം ഇന്ന് വ്യക്തമായിട്ട് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. ചെറിയ വാക്കുകൾ പോലും, ചെറിയ പ്രാർത്ഥനകൾ പോലും ദൈവം അവഗണിക്കുന്നില്ല, മറിച്ച് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എഫെസ്യ ലേഖനത്തിൽ നാം ദൈവിക ശക്തിയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ മെസ്സേജ് നമുക്ക് ഏറ്റെടുക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല.
നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഈ വേദഭാഗം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ആകയാൽ അത് വളരെയേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. എങ്കിൽ പോലും ഞാനൊരു 1-2 വാക്കിലൂടെ ആ കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഒരു ധനവാനായ മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ അപ്പനോട് പറയുക, അപ്പാ, അപ്പൻ്റെ സ്വത്തിൽ നിന്ന് എനിക്ക് വരാനുള്ള ഷെയർ എനിക്ക് തരണമേ എന്ന് അപ്പനോട് ചോദിക്കുകയാണ്. എന്നാൽ അപ്പൻ ഇവൻ നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ അപ്പന് കൊടുക്കാതിരിക്കുവാൻ കഴിയില്ല. അപ്പൻ അവൻ്റെ ഷെയർ അവന് കൊടുക്കുകയാണ്. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ മകൻ എന്താണ് ചെയ്തത്? ഈ ഷെയറുമൊക്കെ വാങ്ങിക്കൊണ്ട് അന്യദേശത്തേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് താൻ ചെയ്യുന്നത് അവിടെ ചെന്ന് താൻ അനേക കൂട്ടുകെട്ടുകൾ തനിക്കുണ്ടായി. എന്നാൽ ദൈവഹിതമല്ലാത്ത ചില കൂട്ടുകെട്ടുകൾ തനിക്ക് അവിടെ ഉണ്ടായി എന്നതാണ് നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, അതുമാത്രമല്ല, തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ താൻ നഷ്ടമാക്കുന്ന ഒരു സ്റ്റേജാണ് താൻ അവിടെ ചെയ്യുന്നത്. കാരണം തനിക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലൂടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ എല്ലാ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകളും തനിക്ക് നിന്നു പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേജിലാണ് തന്നെ കാണുവാനായിട്ട് കഴിയുന്നത്. അവസാനമായിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ് പ്രിയരെ, തൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആഹാരത്തിന് പോലും താൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ആ ദേശത്ത് താൻ ധനികനായ ഒരു മനുഷ്യനെ പോയി കാണുന്നു. അവിടെ ചെന്ന് താൻ ഒരു ജോലിക്ക് വേണ്ടി ചോദിക്കുകയാണ്. എന്നാൽ തനിക്ക് അവിടെ ജോലി ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ പന്നികളെ മേയ്ക്കുവാനായിട്ട് ആ ഉടയൻ അല്ലെങ്കിൽ ആ ഓണർ പറയുകയാണ്, ആ ധനവൻ പറയുകയാണ്. അപ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, ആ പന്നിക്കെങ്കിലും കൊടുക്കുന്ന വാളവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ താൻ ആ ജോലിക്ക് വേണ്ടി സമ്മതിക്കുകയാണ് പ്രിയരെ. എന്നാൽ താൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ആ പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും ലഭിക്കാതെയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, തനിക്ക് സുബോധം വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, തനിക്ക് സുബോധം വന്നിട്ട്. ഹല്ലേലൂയ. താൻ ഇത്രയും നാൾക്ക് തനിക്ക് സുബോധം ഇല്ലായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്ക് സുബോധം വന്നപ്പോൾ താൻ ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, എൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്രയോ ജോലിക്കാരുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഞാൻ ഭാരപ്പെടുകയാണല്ലോ എന്ന് താൻ ചിന്തിക്കുകയുണ്ടായി. ദൈവമക്കളെ, അങ്ങനെ താൻ ചിന്തിക്കുമ്പോൾ തനിക്കൊരു സുബോധമുണ്ടായി. താൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും ശരി, എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകാം. എൻ്റെ അപ്പനോട് ചോദിക്കാം, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പനോട് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം താൻ ചിന്തിക്കുക. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് എൻ്റെ അപ്പനെ കണ്ട് ഞാൻ പറയും. എന്നിട്ട് എൻ്റെ അപ്പനോട് പറയും, അപ്പാ, അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ അപ്പൻ അംഗീകരിക്കണമേ എന്ന് അപ്പനോട് പറയുമെന്ന് ഈ മകൻ ചിന്തിക്കുകയാണ് പ്രിയരെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഹല്ലേലൂയ, ഈ അപ്പൻ മകൻ പോയതിന് ശേഷം സുഖമായി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയരെ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തൻ്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ, ഹല്ലേലൂയ, ഓരോ ദിവസവും ദുഃഖത്തിലും നെടുവീർപ്പിലുമായിരുന്നു ഈ പ്രിയ പിതാവ്. ഹല്ലേലൂയ. എൻ്റെ മകൻ എന്തെങ്കിലും എന്നെ തേടി വരുമോ? എൻ്റെ മകനെ എനിക്ക് കാണുവാൻ കഴിയുമോ? എൻ്റെ മകൻ തിരികെ വന്നാൽ മതിയായിരുന്നു എന്ന് ഓരോ നിമിഷങ്ങളും ഈ അപ്പൻ ചിന്തിക്കുന്ന നിമിഷങ്ങൾ മാത്രമായിരുന്നു. നല്ല ആഹാരവും രാജകൊട്ടാരം പോലുള്ള നല്ല സുഖലോലുപത്തിലുള്ള ജീവിതമാണ് ഈ അപ്പൻ്റേത്. എന്നാൽ തനിക്ക് അങ്ങനെ കഴിയുവാൻ മനസ്സ് വരുമോ പ്രിയരെ? തൻ്റെ മകൻ നഷ്ടപ്പെട്ട നിലയിൽ, അല്ലെങ്കിൽ മകൻ ഇനി ജീവനോടെ തിരികെ വരുമോ എന്നുള്ള ആ ഒരു ദുഃഖം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ അപ്പന് സുഖമായിട്ട് കഴിയുവാൻ മനസ്സ് വരും? ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളും താൻ തൻ്റെ മാളിക മുറിയുടെ കിളിവാതിലൂടെ തൻ ഗേറ്റിലേക്ക് നോക്കും. അനേകർ അതുവഴി കടന്നു പോകുന്നു. എൻ്റെ മകൻ ഒരു ദിവസമെങ്കിലും തിരികെ വരുമോ? എൻ്റെ മകനായിരിക്കുമോ വരുന്നത് എന്ന് ഓരോ മിനിറ്റുകളും തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളിലൂടെ ആയിരുന്നു ആ പ്രിയ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മകൻ ഹല്ലേലൂയ അപ്പനെ കാണുവാനായിട്ട് കടന്നു വരികയാണ്. ഗേറ്റിൻ്റെ അരികിൽ വരുമ്പോൾ അപ്പൻ കിളിവാതിലൂടെ കാണുകയാണ്, ആരോ ഒരു മകൻ
അല്ലെങ്കിൽ ഒരുവൻ അപ്പൻ്റെ മകനെ പോലെ ഇരിക്കുന്നത് കാണുന്നത് അപ്പന് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ അപ്പൻ ചിന്തിക്കുകയാണ്, ഇതെൻ്റെ മകനായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരവസരം. ഹല്ലേലൂയ പ്രിയരെ, അപ്പൻ സൂക്ഷിച്ചു നോക്കി, അല്ല എൻ്റെ മകൻ തന്നെയാണ്. പിന്നെയും അപ്പന് സംശയം തോന്നി, എന്താണ് എൻ്റെ മകൻ ഇങ്ങനെ പ്രാകൃതം കെട്ടവനായിട്ട്, അവന് മുടിയെല്ലാം വളർത്തി താടിയെല്ലാം വെച്ച് വികൃതമായിട്ടുള്ള ഡ്രസ്സും അവന് അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അപ്പന് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോഴും അപ്പന് ചിന്തിക്കുവാൻ കഴിയുന്നു, എൻ്റെ മകൻ തന്നെ എന്ന്. അപ്പനോ അവിടെ നിന്ന് ഓടി ആ ഗേറ്റിൻ്റെ അരികെ, മാളികമുറിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന ഗേറ്റിൻ്റെ അരികിലേക്ക് വന്നു. പ്രിയരെ, വരുമ്പോൾ ഹല്ലേലൂയ തൻ്റെ മകൻ പറയുകയാണ് തന്നോട്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു അപ്പാ, ഇനി ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന്. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ മകൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൻ എത്രയൊക്കെ ആയാലും അപ്പൻ്റെ ഉള്ളം എത്ര വേദന നിറഞ്ഞ ഒരനുഭവത്തിലായിരിക്കും തൻ്റെ മകനെ കാണുമ്പോൾ. തൻ്റെ മകനിൽ നിന്ന് ഇതാണോ അപ്പൻ പ്രതീക്ഷിച്ചത്? പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ അപ്പൻ ഓടി വന്ന മകനെ ആലിംഗനം ചെയ്തു എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ അപ്പൻ ഹല്ലേലൂയ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്നാണ് പ്രിയരെ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. മകൻ അവനോട് പറയുക, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നപ്പാ, ഇനി ഞാൻ അങ്ങയുടെ മകനല്ലപ്പാ, എനിക്ക് അങ്ങയുടെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ലപ്പാ എന്ന്. ഹല്ലേലൂയ പ്രിയരെ, ഈ മകൻ അപ്പനോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൻ എന്താണ് ചെയ്തത്? അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, ഇന്ന് നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, അപ്പൻ എന്താണ് ചെയ്തത്? അപ്പൻ തൻ്റെ ദാസന്മാരെ വിളിച്ചു പറയുക, എൻ്റെ ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എൻ്റെ മകൻ എനിക്ക് ജീവനോട് ലഭിച്ചിരിക്കുന്നു. ആകയാൽ ഇന്ന് നമുക്കിതിനെ ആനന്ദിക്കണം, നമുക്ക് സന്തോഷിക്കണം. ഇന്ന് ഒരു വലിയൊരു ഉത്സവം തന്നെ നമുക്കാക്കണം ഇന്ന്. അല്ലെങ്കിൽ എൻ്റെ മകന് പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ ഒരു അങ്കി ധരിപ്പിക്കുക, അവൻ്റെ വിരലിന് മോതിരമിടുക, അവൻ്റെ കാലിന് ചെരുപ്പിടുക. എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടി, ഈ സന്തോഷത്തെ ഞാൻ കൊണ്ടാടണം, ഞാൻ സന്തോഷിക്കണമെന്ന് പ്രിയരേ ഈ അപ്പൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അവൻ്റെ ജോലിയും നഷ്ടപ്പെട്ട്, അവൻ്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ട്, അവൻ്റെ സർവ്വതും നഷ്ടപ്പെട്ട്, അവനെല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തിരികെ വരികയാണ്. തിരികെ വന്നൊരു പിച്ചക്കാരൻ എന്ന നിലയിൽ അവൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലാതെ അവൻ തിരികെ വരുമ്പോഴും അവനെ ചേർത്ത് കൊള്ളുവാൻ അവൻ്റെ പിതാവ് മനസ്സലിഞ്ഞു. പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ സ്വർഗത്തിലൊരപ്പനുണ്ട്, നമ്മുടെ സ്വർഗത്തിലെ പിതാവ്. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, നാമൊക്കെയും ആ അപ്പൻ്റെ മക്കളാണ്, ആ അപ്പൻ്റെ അവകാശമുള്ള മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ആകയാൽ ആരും തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അപ്പനെ വിട്ട് നിങ്ങൾ എങ്ങും പോകരുത്. നമ്മുടെ അപ്പൻ മനസ്സലിവിൻ്റെ അപ്പനാ, ദീർഘക്ഷമയുള്ള അപ്പനാ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും കരയുമ്പോൾ, നമ്മൾ കണ്ണുനീര് വിടുമ്പോൾ നമ്മുടെ അപ്പൻ മനസ്സലിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ അപ്പനാ. ഹല്ലേലൂയ. ശ്രേഷ്ഠ പിതാവ്, ആ നല്ല അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. ആ അപ്പൻ നമ്മളെ ഒരു നാൾ കൈവിടുന്ന അപ്പനല്ല. നാം എത്ര പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു, അപ്പൻ അറിയാതെ നമ്മൾ ചെയ്യുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അപ്പൻ എല്ലാം കാണുന്നുണ്ട്. എന്നാൽ അപ്പൻ പിന്നെയും മനസ്സലിവിൻ്റെ അപ്പനാണ്. നമ്മളെ ഏറ്റുകൊള്ളുവാൻ, നമ്മളെ അപ്പൻ്റെ മാർവോട് ചേർത്തണയ്ക്കാൻ അപ്പൻ ഇത്രമാത്രം മനസ്സലിവുള്ള ഒരു പിതാവാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ആ അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു വരാം. ആ അപ്പൻ നമ്മളെ ഒരു നാൾ കൈവിടുന്ന ഒരു പിതാവല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. ആകയാൽ നാം ഒന്ന് ചിന്തിച്ചു കൊള്ളണമേ, ഈ മകൻ തിരികെ വന്നത് അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ട് എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പറയുവാനാണ് കടന്നു വന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ അപ്പൻ ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ഹല്ലേലൂയ മനസ്സലിവുള്ള ഒരു ദൈവമാണെന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ന്റെ 5-6 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്
സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നമ്മൾ ഈ കാണുന്ന വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ, ഒരു സ്നേഹിതൻ താൻ യാത്രയിലാണ്. എന്നാൽ താൻ കടന്നു പോകുമ്പോൾ രാത്രിയായപ്പോൾ അവൻ യാത്ര ചെയ്യാൻ കഴിയാതെ വന്നു. എന്നാൽ അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ സ്നേഹിതനോട് അടുത്തുണ്ടല്ലോ, ആ സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകാമെന്ന് താൻ ചിന്തിച്ച് അവിടേക്ക് കടന്നു പോകുന്നു പ്രിയരെ. എന്നാൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ ചെന്ന് ആ സ്നേഹിതൻ്റെ അരികിലാകുമ്പോൾ, എന്നാൽ ആ വീട്ടിലുണ്ടായിരുന്ന ഈ സ്നേഹിതനെ കണ്ടപ്പോൾ തനിക്കൊരു വിഷമമുണ്ടായി. എൻ്റെ സ്നേഹിതനെ ഇന്നേക്ക് അവന് ഉണവ് അല്ലെങ്കിൽ ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ ഒന്നും എൻ്റെ കൈവശം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ഒരു സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ചെന്ന് കതകൽ മുട്ടിയപ്പോൾ ആ സ്നേഹിതൻ അകത്ത് കിടപ്പുണ്ട്. എന്നാൽ അവിടെയുള്ള സ്നേഹിതൻ അടുത്തുണ്ട്. പ്രിയരെ, അകത്ത് കിടന്നുകൊണ്ട് ആ സ്നേഹിതൻ ചോദിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഈ വന്ന് നിന്ന് കതകൽ മുട്ടിയ സ്നേഹിതൻ പറയുക, എനിക്ക് 3 അപ്പം കടം തരണമേ എന്ന്. പ്രിയരെ, ആ 3 അപ്പം കടം തരണമേ എന്ന് ചോദിക്കുമ്പോൾ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്ന ആ സ്നേഹിതൻ 3 റീസൺ പറയുക. താൻ പറയുന്നത് ഇങ്ങനെയാ, എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടി ഞാൻ കിടന്നുറങ്ങുക, എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടുകൂടിയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, ഞാൻ കതകടച്ചു പോയി. മൂന്നാമത് എന്താണ് പറയുന്നത്, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറയുക. എന്നാൽ ഈ സ്നേഹിതൻ കതക മുട്ടിക്കൊണ്ടേയിരുന്നു, താൻ കടന്നു പോയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ തനിക്ക് അപ്പം ആവശ്യമാണ്. താൻ വന്ന സ്നേഹിതനെ ശുശ്രൂഷിക്കേണ്ടത് കടമയുള്ളത് കൊണ്ട് ഇവിടെ ഈ അപ്പം ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ അവിടെ നിൽക്കുന്നത്, താൻ മുട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ അവസാനം ഉറങ്ങാൻ കിടന്ന സ്നേഹിതൻ ചിന്തിക്കുക, അയ്യോ, എന്നെ വിട്ട എൻ്റെ സ്നേഹിതന് വേറെ ആരാ ഉള്ളത്, അതുകൊണ്ട് അവനെ എഴുന്നേറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച് താൻ എഴുന്നേറ്റ് വരികയാണ്. എന്നാൽ ഈ കടം ചോദിച്ച സ്നേഹിതൻ വെറും 3 അപ്പം മാത്രമാണ് പ്രിയരെ ചോദിച്ചിരുന്നത്. എന്നാൽ കടൻ കൊടുക്കാൻ വന്ന സ്നേഹിതനോ വേണ്ടുവോളം കൊടുത്തു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. പ്രിയരെ, വേണ്ടുവോളം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, 3 അപ്പമാണ് ചോദിച്ചത്, എന്നാൽ തനിക്കിവിടെ ലഭിച്ചതോ വേണ്ടുവോളം ലഭിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം? പ്രിയരെ, നാം ചിന്തിക്കുമ്പോൾ ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമുള്ളത്, ഹല്ലേലൂയ, താൻ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് താൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് താൻ എഴുന്നേറ്റ് പോകരുത്. കാരണം എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൽ നിന്ന് കൃപകളും വരങ്ങളും പ്രാപിക്കുവോളം നാം ഇരുന്ന് പ്രാർത്ഥിക്കണം, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോട് നാം യാചിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കും, പാടും, എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് കൃപകളും വരങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാറില്ല. മറിച്ച് അവർ പ്രാർത്ഥിച്ച് അവർ കടന്നു പോകുന്നു. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് നാം പ്രാർത്ഥിക്കണം പ്രിയരെ. ദൈവത്തോട് നാം ചോദിക്കണം. ദൈവം നമുക്ക് മറുപടി തരുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ. ഹല്ലേലൂയ. അതിൻ്റെ 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ, ഹല്ലേലൂയ, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതാണ് യഥാർത്ഥ ദൈവ പൈതൽ ചെയ്യേണ്ടുന്നത്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് നാം യാചിക്കണം, ദേശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം ഈ നാളുകളായി മുട്ടിക്കൊണ്ടേ ഇരിക്കണം പ്രിയരെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നൊരു കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ. നമുക്ക് ഇന്ന് അനേകർക്കും പ്രാർത്ഥിക്കുവാനും അനേക വിഷയങ്ങളുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ മനസ്സിലാതിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവമക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇന്നേക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അനേക വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഉറ്റിരുന്ന് നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാം ഉറ്റിരിപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആകയാൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രിയരെ. കർത്താവിൽ നിന്ന് മറുപടി ലഭിക്കുന്നുവോളം നാം മുട്ടിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചത് എന്താണ്? ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും.
കണ്ടെത്തും. നാം അന്വേഷിക്കുന്നുമില്ല, നാം യാചിക്കുന്നുമില്ല, എങ്കിൽ പിന്നെ നമുക്ക് എവിടെ നിന്ന് കൃപകളും വരങ്ങളും നമുക്ക് ലഭിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കൊറോണ വന്നപ്പോൾ, ഒരു ചെറിയൊരു വൈറസ് വന്നപ്പോൾ ദേശത്തെ പിടിച്ച് കുലുക്കിയില്ലേ? ഹല്ലേലൂയ. അനേകർക്കും പ്രാർത്ഥിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരാധനാലയങ്ങളിലേക്ക് കടന്നു പോകാൻ വളരെ പ്രയാസമായിരുന്നു. ആരാധന വർഷിപ്പ് കഴിഞ്ഞല്ലാതെ അങ്ങോട്ട് ചെല്ലുകയില്ല. അത് അവർ പറയുന്നത് അതൊക്കെ അങ്ങ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന്. ഇന്ന് നീ തന്നെത്താൻ നിന്റെ കുടുംബത്തോടും നീ ഇരുന്ന് നീ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥനയ്ക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിച്ചില്ലേ? പ്രിയരെ, സഹോദരനെ, സഹോദരിയെ, കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് നീ മുഖ്യത്വം കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. കർത്താവ് വരാറായില്ലേ? ഹല്ലേലൂയ. നമ്മളെപ്പോലെ എത്രയോ അനേകാര്യങ്ങൾ സത്യത്തിന് ചെവി കൊടുക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയാതെ പോകുന്നു എങ്കിൽ നാമൊക്കെയും അതിന് കാരണക്കാരാ. പ്രൈസ് ദി ലോർഡ്. അലസരായില്ലാതെ, ഹല്ലേലൂയ, ഉത്തരവാദിത്വത്തോടുകൂടി അനേക വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, അനേക ആത്മാക്കൾക്ക് വേണ്ടി ഈ നാളുകളായി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, 3 അപ്പം ചോദിച്ചവന് ഹല്ലേലൂയ വേണ്ടുവോളം ലഭിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിച്ചത്? ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ നിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ച് പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നാസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഒരുവനെ ഹല്ലേലൂയ സ്ഥിരം കൊണ്ട് നിരത്തും ഭിക്ഷയാചിക്കുവാൻ വേണ്ടി ഒരു മുടന്തനായ ഒരുവനെ. പ്രൈസ് ദി ലോർഡ്. ഈ മുടന്തനെ കൊണ്ടിരുത്തുന്നതിന് ഒരു കാരണമുണ്ട്. അവനിൽ നിന്ന് കിട്ടുന്ന, അവനിൽ നിന്ന് ലഭിക്കുന്ന ഈ നന്മകൾ പ്രിയരെ അനേകരങ്ങ് അത് ഉപയോഗിക്കുക, അവരുടെ നിത്യജീവിതത്തിനും അവർ ഉപയോഗിക്കുക. അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ദിനവും അങ്ങനെ അവരെ കൊണ്ടിരുത്തുന്നത്. എന്നാൽ ദൈവമക്കളെ, നമുക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. ഈ അല്ലെങ്കിൽ ഈ സുന്ദരം എന്ന ഈ ദേവാലയ ഗോപുരത്തിങ്കൽ ഇരിക്കുന്ന ഈ ഭിക്ഷക്കാരൻ്റെ അരികിലൂടെ അന്നേക്ക് പത്രോസ് അപ്പോസ്തലനും യോഹന്നാനും കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവനും വിചാരിച്ചെന്ന് എൻ്റെ ഭാവനയെ ഞാൻ കാണുകയാണ്. അപ്പോസ്തലന്മാർ വരുന്നുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ തരും എന്നവർ അവൻ ചിന്തിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നാൽ ഈ ഭിക്ഷക്കാരൻ്റെ അരികിൽ വന്നപ്പോൾ പത്രോസ് അവനെ ഉറ്റുനോക്കി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് അവനെ ഉറ്റുനോക്കി. എന്നാൽ ഈ ഭിക്ഷക്കാരനും നോക്കി. 2 നോട്ടങ്ങളാണ് നമ്മൾക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പത്രോസ് ഉറ്റുനോക്കി, ഭിക്ഷക്കാരനും നോക്കി. പത്രോസ് നോക്കിയതിനൊരു അർത്ഥമുണ്ട് പ്രിയരെ. ഇതാണ് പത്രോസ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവൻ എന്തെങ്കിലും രോഗിയാണോ? ഇവൻ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനാണോ? ഇവൻ എന്തെങ്കിലും അവന് രോഗസൗഖ്യത്തിന് ആവശ്യമുണ്ടോ എന്നാണ് പത്രോസ് അവനെ ഉറ്റുനോക്കിയത്. ഹല്ലേലൂയ. എന്നാൽ ഇവൻ നോക്കിയതിനൊരു അർത്ഥമുണ്ട്. ഇവർ ധാരാളം എനിക്ക് നൽകിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒരു കാര്യമുണ്ട്. ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പലരെ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്? അവർ നോട്ടാ കൊടുക്കുന്നെങ്കിൽ വളരെ ഉയർത്തിപ്പിടിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കറിയാം, ട്രസ്റ്റുകളിൽ മറ്റുമൊക്കെ ചിലരൊക്കെ കൊടുക്കുന്ന എമൗണ്ടുകൾക്ക് പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി അവരുടെ പേരുകളും ഒക്കെ വളരെ വലിയ അക്ഷരത്തിൽ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊക്കെ വെറും ദൈവം അതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇതിന് യാതൊരു വിലയുമില്ല എന്നത് മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പത്രോസ് ഇവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി ഇവന് രോഗസൗഖ്യമാണ്, ഇവന് മുടന്ത ഉണ്ടെന്നുള്ളത് പത്രോസ് മനസ്സിലാക്കി. പത്രോസ് അവനോട് പറയുക, വെള്ളിയും പൊന്നും അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ ഒന്നും തന്നെ ഹല്ലേലൂയ എൻ്റെ കൈവശം ഇല്ല മകനെ. എനിക്ക് തരുവാൻ ഒന്നേ ഉള്ളത് ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, നാസറനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസ് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ അവൻ്റെ വലം കൈ പിടിച്ച് ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഹല്ലേലൂയ ഉറച്ചു
സംഭവിച്ചു പ്രിയരെ. അവൻ പയ്യെ ഒന്ന് എഴുന്നേറ്റു, ഒന്ന് നിന്നു, നടന്നു നോക്കി, ഓടി നോക്കി. അവൻ ഓടി. എങ്ങോട്ടാണ് അവൻ ഓടിയത്? പ്രൈസ് ലോർഡ് ദൈവമക്കളെ, അവൻ ആലയത്തിലേക്ക് ഓടി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇത്രയും നാൾ അവൻ ആലയത്തിന് പുറത്തായിരുന്നു, അവൻ മുടന്തനായിരുന്നു. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ ഭിക്ഷക്കാരൻ ഇപ്പോൾ, അല്ലെങ്കിൽ ഈ മുടന്തനായിരുന്നവൻ എങ്ങോട്ടാണ് അവൻ ഓടിയത്? അവൻ ഓടിയത് നേരെ ആലയത്തിലേക്കാണ്. അവന് ദൈവം സൗഖ്യത്തെ കൊടുത്തു. അവൻ അത്ഭുതം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവനിലുള്ള അത്ഭുതം, ഹല്ലേലൂയ, അവൻ ദൈവമക്കളെ, അവൻ ആലയത്തിലേക്ക് കടന്നുപോയി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആലയത്തിലേക്ക് കടന്നുപോയി. ആലയത്തിലുള്ള ദൈവമക്കളെ, അവൻ സാക്ഷ്യം അവൻ അവിടെ സാക്ഷ്യം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ്റെ ദൈവം അവന് ചെയ്ത നന്മകളെ അവൻ പ്രസ്താവിച്ചിരിക്കും. ഹല്ലേലൂയ. നിശ്ചയമായും ദൈവമക്കളുടെ അരികിലേക്കാണ് അവൻ ഓടിപ്പോയത്. ഹല്ലേലൂയ. ചിലരൊക്കെ എങ്ങനെയാ? ചിലരൊക്കെ പ്രാർത്ഥിക്കും, അഭിഷേകം പ്രാപിക്കും, ചിലരൊക്കെ നന്മകൾ പ്രാപിക്കും. ദൈവദാസന്മാർ, പ്രവാചകന്മാർ അടികിൽ പോകും. അവർ പ്രാർത്ഥിച്ചവർക്ക് അവരുടെ കുഴപ്പങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ പിന്നെ അവൻ തിരിഞ്ഞു നോക്കാറില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്ന സത്യമായ കാര്യമാണ്. പലരും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ട് കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ ഈ മുടന്തൻ പ്രാപിച്ചത് ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചപ്പോൾ, പ്രൈസ് ലോർഡ് ദൈവമക്കളെ, അവൻ ആലയത്തിലേക്ക് പോയി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ഭിക്ഷക്കാരൻ ആലയത്തിലേക്ക് പോയി. എന്നാൽ ഹല്ലേലൂയ, ആലയത്തിൻ്റെ പുറത്ത് അനേക മുടന്തന്മാർ കിടപ്പുണ്ട്. ആലയത്തിനകത്തേക്ക് പോകാൻ വഴിയില്ലാത്ത വിധത്തിൽ, ആലയത്തിലേക്ക് കടന്നു പോകാൻ കഴിവില്ലാത്ത തരത്തിൽ മുടന്ത് പ്രാപിച്ചവർ അനേകർ കിടപ്പുണ്ട്. പ്രൈസ് ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്ക് മുടന്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും ആ മുടന്ത് ഏത് തരത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യവേളയിൽ കർത്താവിനോട് നിങ്ങൾ നിരപ്പ് പ്രാപിക്കുക. കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരിക. കർത്താവ് നിങ്ങളുടെ മുടന്തുകൾ മാറ്റും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാനമില്ലാത്ത തരത്തിലുള്ള മുടന്തുകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംശയങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ചില മുടന്തുകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ചില സമാധാനമില്ലായ്മ നിങ്ങളെ അത്തരത്തിൽ മുടന്ത് ബാധിച്ചിട്ടുണ്ടോ? ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു പോരുവാൻ വയ്യാത്ത തരത്തിലുള്ള മുടന്തുകൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? പ്രിയരേ, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യവേളയിൽ നല്ല തീരുമാനമെടുത്ത് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വാ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഓ പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളുടെ മുടന്തുകളെ മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾക്കും ആലയത്തിനരികിൽ അകത്തേക്ക് കടന്നു പോകാനായിട്ട് സാധ്യമാകും എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. മരുഭൂമിയെ മലർവടിയാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്. ഇനിമേൽ അവൻ ഭിക്ഷയെടുക്കേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അവൻ ദൈവത്തിൻ്റെ മകനാണ്, അവൻ കർത്താവിൻ്റെ മകനാണ്. ഹല്ലേലൂയ. അവനിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയെ അവൻ വർണ്ണിക്കുവാൻ ദേശമെങ്ങും പോകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ അനേകർക്ക് സാക്ഷ്യമായി മാറും. പ്രിയരെ, അവന് ചെയ്ത അത്ഭുത പ്രവൃത്തി അത് എത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, വിടുതലിൻ്റെ ഒരു കരം അവൻ്റെ മേൽ കർത്താവ് നീട്ടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ അവനൊരു വലിയ വിടുതലുണ്ടായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ലോർഡ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മുടന്തുകൾ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നത് ഹല്ലേലൂയ നാം ചിന്തിച്ചു കൊള്ളണമേ. പാരമ്പര്യമെന്നൊരു മുടന്തുണ്ട്. ആ മുടന്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിനെ സ്വാതന്ത്ര്യമായി ആരാധിക്കുവാൻ കഴിയാതെ പോകും. ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ഒരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ, നിന്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നിനക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു മുടന്ത് നിന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ സന്ദേശം നീ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഈ സന്ദേശം നീ ഏറ്റെടുക്കുക പ്രിയരെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവ് നിന്റെ മുടന്ത് മാറ്റും. നീ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാകും. ദേശമെങ്ങും പോയി, ഉലകമെങ്ങും പോയി കർത്താവിൻ്റെ സാക്ഷിയാകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഹല്ലേലൂയ, കെട്ടുപാട് അല്ലെങ്കിൽ ഒരു കൺട്രോൾ അല്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവിനെ ആരാധിക്കുന്ന ആരും നമുക്ക് കൺട്രോൾ വെക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ പരിമിതിയില്ല. ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമായി കർത്താവിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. പാടിയും മഹത്വപ്പെടുത്തിയും കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നല്ല സന്ദർഭങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ,
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിച്ച ഭാഗത്തേക്ക്, നമുക്ക് വേദഭാഗത്തേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അപ്പൻ്റെ മകൻ ഹല്ലേലൂയ കൂലിക്കാരനായിട്ട്, അപ്പൻ്റെ ഒരു കൂലിക്കാരനായിട്ട് എന്നെ ഏറ്റുകൊണ്ടാൽ മതി, അപ്പനോട് ഞാൻ ക്ഷമ ചോദിച്ച് അപ്പൻ്റെ ഒരു കൂലിക്കാരനായിട്ട് എന്നെ ഏറ്റുകൊള്ളണമേ എന്ന് ചോദിക്കുവാൻ വേണ്ടി വന്ന ആ മകൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അപ്പൻ്റെ മകനായി തീരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൻ മനസ്സലിവ് അവനോട് കാണിക്കുകയുണ്ടായി. പ്രിയമുള്ള ദൈവമക്കളെ, അതാണ് നാം ചിന്തിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. അപ്പൻ്റെ വീട്ടിൽ, അപ്പൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ ആ അപ്പൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എത്രയോ പേർ ആഹാരം കഴിച്ച് അവർ കഴിക്കുന്ന, അല്ലെങ്കിൽ അവർ ഭക്ഷിക്കുന്ന ആഹാരം നഷ്ടമാകുന്നു, എത്രയോ വേസ്റ്റ് ആകുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഈ മകന് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ വന്നപ്പോൾ തനിക്ക് സുബോധമുണ്ടായി എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ അപ്പൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരപ്പനല്ല. ആ അപ്പൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. ആ അപ്പൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. അപ്പൻ്റെ മാർവോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു ദിനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും അപ്പൻ്റെ പാദപീഠത്തിലേക്ക്, അപ്പൻ്റെ കൺകളിലേക്ക്, അപ്പൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലികളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന നമ്മുടെ അപ്പൻ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് സ്വർഗത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ നിത്യ അവകാശികളായി തീരണമെങ്കിൽ പ്രിയരെ, അപ്പൻ്റെ അവകാശിയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടി വന്ന് അപ്പൻ്റെ വാക്ക് കേട്ട്, ആരുടെയെങ്കിലും ഒരു പ്രസംഗം കേട്ട് പെട്ടെന്നൊരു മനസ്സാന്തരം ഉണ്ടായി അപ്പൻ്റെ മകനോ മകളോ ആകുവാൻ കഴിയുകയില്ല. അത് മറന്നു പോകരുത്. അപ്പനോട് ചേരണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളെ എന്നേക്കുമായിട്ട് മകനായി മകളായി ഏറ്റുകൊള്ളുന്ന ആ അപ്പൻ്റെ മകനായി മകളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയരെ. അതുപോലെ തന്നെ രണ്ടാമത് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്, 3 അപ്പം കടം ചോദിച്ച ആ പ്രിയപ്പെട്ടവന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമായി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വേണ്ടുവോളം ലഭിക്കുവാനിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുടന്തനായിരുന്ന മനുഷ്യനെ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ അവർ ഹല്ലേലൂയ നാസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ അത്ഭുതമുണ്ടായി. അവൻ്റെ മുടന്ത് മാറി. അവൻ പൂർണ്ണനായി ഹല്ലേലൂയ ദൈവമക്കളെ, അവൻ സൗഖ്യം പ്രാപിച്ചവനായി, അവൻ വിടുതൽ പ്രാപിച്ചവനായി, അവൻ യേശുവിനെ അവൻ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൻ്റെ മകനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു എന്നത് മറന്നു പോകരുതേ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ വചനങ്ങളിലൂടെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇതുവരെയും ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് അപ്പനോട് അടുത്ത് ചെല്ലുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ അപ്പൻ നമ്മെ സ്നേഹിക്കുന്ന അപ്പനാണ്, നമ്മെ ഒരു നാൾ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തിൽ നമ്മൾ അനേക പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെയും അപ്പൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് അപ്പനോട് പറഞ്ഞ് ഹല്ലേലൂയ ഈ മകൻ അപ്പനോട് ഏറ്റു പറഞ്ഞതുപോലെ നമ്മുടെ അപ്പൻ്റെ അരികിൽ നമുക്ക് ഏറ്റു പറഞ്ഞ് അപ്പൻ്റെ മകനായി മകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ എന്നെ അവസാനിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ കേട്ട വചനം കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ആ മുടിയനായിരുന്ന പുത്രൻ, പ്രൈസ് ദി ലോർഡ്, അവൻ തിരികെ വരുവാൻ അവരോട് മനം മാറ്റമുണ്ടായി. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞതുപോലെ സ്വർഗീയ പിതാവിൻ്റെ അരികിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവേ, പ്രൈസ് ദി ലോർഡ്, മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിന് അടിസ്ഥാനത്തിൽ കർത്താവെ ഞങ്ങൾ താഴ്ന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ വചനമായി കടന്നു പോകുവാൻ, ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് അധികവും നന്മയ്ക്കായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടന്തരായ മനുഷ്യന് കർത്താവ് വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. അവൻ ആലയത്തിലേക്ക് കടന്നു പോകാൻ ഇടയായതുപോലെ കർത്താവെ ഞങ്ങൾ പ്രാപിച്ച നന്മകളെ അനേകരിലേക്ക് വെളിപ്പെടുത്തുവാൻ തൊക്കണം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. കർത്താവെ കൃപയാൽ അങ്ങ് നിറച്ചുകൊള്ളണമേ. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ ആരും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മകൻ അപ്പനെ, നമ്മൾ ഈ കേട്ട വചനത്തിൽ നിന്ന് ഈ മകൻ അപ്പനോട് ഏറ്റു പറഞ്ഞ് അപ്പൻ്റെ മകനായി തീർന്നതുപോലെ നാമും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മകളായി തീരുവാൻ സ്വർഗത്തിലെ പിതാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ കരുതുകയാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങളിലൂടെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.